ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാലിൻ ജോസഫിനെ പറ്റി ബാലചന്ദ്രൻ അലീനയോട് സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് ബബിത. ബബിതയ്ക്ക് ആ കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയോട് പറയാണ്, മോളെ, നിന്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ, നിന്റെ അച്ഛനെ നേരെ കാണണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ അലീന പറയുകയാണ്, അച്ഛ, എനിക്ക് ആ അച്ഛൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, എന്നാലും അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബബിത ആകപ്പാടെ കൺഫ്യൂഷനിലാവുകയാണ്. അലീന അച്ഛൻ്റെ മകളല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അച്ഛൻ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്തായാലും അലീന അച്ഛൻ്റെ മകളല്ല എന്നറിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും എന്നും കരുതി അലീന വൈജയന്തിയുടെ അരികിലേക്ക് പോവുകയാണ്. ബബിത വൈജയന്തിയുടെ അരികിലേക്ക് പോവുകയാണ്. അമ്മ ഒരു കാര്യം അറിഞ്ഞോ? എന്താടി അമ്മേ? ആ അലീന ഉണ്ടല്ലോ, അത് നമ്മുടെ അച്ഛൻ്റെ മകളല്ല. നീ എന്തൊക്കെയാടി പറയുന്നേ? അതേ അമ്മേ, അച്ഛനും അലീനയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ആ അലീനയുടെ അച്ഛൻ ഏതോ ഒരു സ്റ്റാലിനാണ്. അയാളെ നാളെ നമ്മുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന്. സ്റ്റാലിൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തി വല്ലാതൊന്നും ഞെട്ടുന്നുണ്ട്. ആകപ്പാടെ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ അവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. ഇത് കാണുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, എന്തായി പറ്റിയത്? ഞാൻ കരുതി അലീന അച്ഛൻ്റെ മകളല്ല എന്നറിയുമ്പോൾ അമ്മ തുള്ളിച്ചാടുമായിരിക്കുമെന്ന് സന്തോഷം കൊണ്ട്. പക്ഷേ ഇതിപ്പോൾ അമ്മയുടെ മുഖമാകെ വിളറി വെളുത്ത് വല്ലാതെയായിരിക്കുന്നല്ലോ. എന്താ പറ്റിയത്? അമ്മയ്ക്ക് സ്റ്റാലിനെ ഇതിനു മുമ്പ് അറിയാമായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തൊക്കെയാടി പറയുന്നത്? ഞാൻ എന്തിനും ടെൻഷൻ അടിക്കണം? ഈ സ്റ്റാലിൻ അതാരാ? എനിക്കറിയില്ല. അല്ല, നീ ഇതൊക്കെ എന്തിനാണ് എൻ്റെ അടുക്കെ വന്ന് പറയുന്നത്? നിനക്ക് വേറെ ഒരു പണിയില്ലേ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബബിതയെ വൈജ അവിടെ നിന്ന് ആട്ടി വിടുന്നുണ്ട്. അവൾ പുറത്ത് പോയതിനു ശേഷം വൈജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അല്ല, ഇനി ഏതാണ് ഈ സ്റ്റാലിൻ? ആ പഴയ സ്റ്റാലിൻ തന്നെയാണോ ഇത്? ഇനി എൻ്റെ മകളാണോ അലീന? എൻ്റെ ദൈവമേ, എനിക്കൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും അവളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഈ സമയത്ത് ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ, നിന്റെ അച്ഛൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 3 മക്കളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം മക്കളുമായി ഒന്നിച്ചാണ് കഴിയുന്നത്. ഈ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ ഇങ്ങനെ? ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണോ അവർ അച്ഛനെ ഉപേക്ഷിച്ചു പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല മോളെ. അയാളോട് ഞാൻ അതിനു വേണ്ടി ഒത്തിരി കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇത് മാത്രമേ എനിക്കറിയൂ. ബബിതയെ റൂമിൽ നിന്ന് ആട്ടി പുറത്താക്കിയെങ്കിലും വൈജ വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. അവളാകെ പേടിച്ചിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ അയാൾ തന്നെയാണോ? ആ സ്റ്റാലിൻ തന്നെയാണോ ഇത്? അയാൾ തന്നെയാണോ അലീനയുടെ അച്ഛൻ? ഇനി അതുമല്ല, ഈ ബാലചന്ദ്രൻ എന്തിനാണ് അയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇനി അയാൾ തന്നെയാണ് ആ സ്റ്റാലിൻ എങ്കിൽ എൻ്റെ പഴയ കഥയൊക്കെ ബാലേന്ദ്രന് അറിയാമായിരുന്നോ? ഇങ്ങനെ പല കാര്യങ്ങളും വൈജയന്തിയുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ പുറത്തേക്ക് നോക്കുന്നുണ്ട് ജനലിലൂടെ. അവൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടുകൂടെ അവളും സ്റ്റാലിനും കൂടി ആഗ്രയിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലം. താൻ പൂർണ്ണ ഗർഭിണിയായിരിക്കെയാണ് സ്റ്റാലിന് ഒരിക്കൽ നാട്ടിലേക്ക് വരേണ്ടി വന്നത്. അയാൾക്ക് എന്തു പറ്റിയെന്ന് പിന്നീട് ഒരു വിവരവുമില്ല. വൈജയുടെ ഏട്ടൻ ഗംഗാധര മേനോനാണ് അവളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അവളുടെ അച്ഛനും കുഞ്ഞിരാമൻ നായരും കൂടിയാണ് ഡെലിവറിക്ക് വേണ്ടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് അവിടെ വെച്ച് ഡെലിവറിയോടുകൂടി തന്നെ കുഞ്ഞ് മരണപ്പെട്ടു എന്നാണ് അവളോട് പറഞ്ഞത്. ഇത്രയും നാളും തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് വൈജ കഴിഞ്ഞിരുന്നത്. തൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് കഴുത്ത് നീട്ടി കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു വൈജ. പക്ഷേ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഇനി എൻ്റെ മകൾ തന്നെയായിരിക്കുമോ അലീനോ? എൻ്റെ ഈശ്വര, ഞാൻ അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ എന്തെല്ലാം ദ്രോഹിച്ചു. എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയിരുന്നില്ല. എനിക്കതൊന്നും ഓർക്കാൻ കൂടി വയ്യ. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുതേ ഈശ്വര. ഓ ദൈവമേ, അങ്ങനെയൊന്നും ആയിരിക്കരുതേ. ചിലപ്പോൾ ഈ ഒരു സ്റ്റാലിൻ മാത്രമല്ലല്ലോ, സ്റ്റാലിൻ എന്ന പേരുള്ള എത്രയോ പേരുണ്ട്. അതിലേതെങ്കിലും ഒരാളാണെങ്കിലോ? വെറുതെ ഞാനെന്തിനാ പേടിക്കുന്നത്? ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും മനസ്സിലൊന്ന് ഓർത്ത് ചിന്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും, മനസ്സിനെ ശാന്തപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ അവൾക്ക് ആകെപ്പാടെ ഒരു ടെൻഷനാണ്. ഇനി ആ സ്റ്റാലിൻ തന്നെയായിരിക്കുമോ ഇത് എന്നുള്ളൊരു ചിന്ത അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു.
തന്നെ സ്നേഹിച്ചിരുന്ന തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണോ, ആ സ്റ്റാലിൻ തന്നെയാണോ തൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നേ എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിച്ച് അവൾ ആകെ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ബാലേന്ദ്രനോട് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനിരിക്കുന്നത്? ഏതോ ഒരു പെണ്ണ് പിഴച്ച് പ്രസവിച്ച ഈ പെണ്ണിൻ്റെ തന്തേനെയോ? ആ പുള്ളിയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബാലചന്ദ്ര. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല വൈജി, നിനക്കിതെന്താ പറ്റി? ശരിക്കും അവളുടെ അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നീയല്ലേ? എന്നാലല്ലേ അവളുടെ അച്ഛനാണെന്നുള്ള എൻ്റെ തലയിലെ ഭാരം ഒഴിഞ്ഞു പോയെന്ന് നിനക്ക് ഉറപ്പിക്കാൻ പറ്റൂ. പിന്നെ നിനക്കെന്തിനാ ഇത്ര ടെൻഷൻ? എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ വൈജയോട് ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ ചോദ്യം കേട്ട് അതിന് മറുപടി ഒന്നും നൽകാതെ തന്നെ വൈജ റൂമിലേക്ക് കയറി പോവാണ്. ഈ സമയത്ത് കൃഷ്ണമോള് വന്ന് വൈജയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ അമ്മ ആകെ ഒരു സങ്കടം പോലെ? ഞാൻ കരുതി അലീനേച്ചിയുടെ അച്ഛൻ വരുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുമെന്നാ. കാരണം അലീനേച്ചിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞുവിടുന്നതാണ് അമ്മയ്ക്ക് ആഗ്രഹം. അതുപോലെ തന്നെ അലീനേച്ചിയുടെ അച്ഛൻ തന്നെ വന്ന് ചേച്ചിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമല്ലേ? ഇതോടുകൂടി അച്ഛൻ്റെ തലയിൽ നിന്ന് അലീനേച്ചി അങ്ങ് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതാണല്ലോ അമ്മയുടെയും ആവശ്യം. അത് കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകേണ്ടതാണല്ലോ. എന്നാൽ പതിവിലും വിപരീതമായിട്ടാണല്ലോ ഇപ്പം കാണുന്നത്. എന്ത് പറ്റി എൻ്റെ അമ്മയ്ക്ക്? അതുമല്ല, ഇനിയിപ്പോൾ ഈ അലീനേച്ചിയുടെ അച്ഛനെ അമ്മയ്ക്ക് ഇതിനു മുമ്പ് അറിയാമായിരുന്നോ? അതോ ആ പേര് ഇതിനു മുമ്പ് അമ്മ കേട്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ അമ്മയുടെ കുഞ്ഞുവല്ലമാണോ ഈ അലീനേച്ചി? അതല്ല അമ്മേ, ഞാൻ ചോദിച്ചത്, ഇനിയിപ്പോൾ അമ്മയുടെ കുഞ്ഞാണ് അലീനേച്ചിയെങ്കിലോ? അങ്ങനെ എങ്ങനെ സംഭവിച്ച അമ്മ തിരിച്ച് അലീനേച്ചിയെ സ്വീകരിക്കുമായിരുന്നോ? ഇതോടെ കേൾക്കുമ്പോഴത്തേക്കും വൈജയുടെ കണ്ണിലാകെ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജ വല്ലാതെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അലീനെ കൃഷ്ണൻ്റെ മോളോട് മറുപടി പറയുന്നത്. നീ ആരാടി എന്നോട് ഇതൊക്കെ ചോദിക്കാൻ? നീ എൻ്റെ വായിൽ നിന്ന് വല്ലതും കേൾക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഓ എൻ്റെ പൊന്നമ്മേ, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയെങ്ങാനും ചെറുപ്പത്തിൽ അമ്മയുടെ കുഞ്ഞായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞ് മരണപ്പെട്ടു പോയെന്ന് അമ്മ പറഞ്ഞ് വിശ്വസിച്ച് വലുതായി കഴിയുമ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വെറുതെ ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് അമ്മ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആകപ്പാടെ തളർന്നൊരവസ്ഥയിലാണ് വൈജ ആ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അവൾ പോയതിനു ശേഷം വൈജ റൂമിലെ പഴയ അലമാരിയൊക്കെ തപ്പിപ്പിടിച്ച് ഒരു ചെറിയ പെട്ടി എടുക്കുന്നുണ്ട്. അതിനകത്ത് സ്റ്റാലിൻ പണ്ട് അവളെ ഏൽപ്പിച്ച ഒരു റിങ്ങും അതുപോലെ തന്നെ കുഞ്ഞുണ്ടായ സമയത്ത് എടുത്ത ഒരു ഫോട്ടോയും, ഇത് രണ്ടും മാത്രമാണ് അവൾ നിധി പോലെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആ റിങ്ങും കൈപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വൈജയുടെ കയ്യിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുകയാണ്. ഈ സമയത്ത് അലീന അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും അത് അലീനയുടെ കയ്യിൽ കിട്ടുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ മേഡം, ഇത് മോതിരം, ഇതെന്താ കയ്യിൽ എടുത്തേക്കുന്നത്? ഇത് ആരുടെ മോതിരമാണ് എന്നൊക്കെ ഇവൾ വല്ലാതെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് രണ്ടുപേരും കേൾക്കുന്നുണ്ട്. ഒരു ഞെട്ടലോട് കൂടി തന്നെ വൈജ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഡോറിൽ കൂടി മനു ഇറങ്ങുന്നുണ്ട്. അപ്പുറത്തെ ഡോറിൽ കൂടി ഇറങ്ങുന്ന ആളെ കണ്ട് വൈജ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ആകെ ഒന്ന് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. വേറൊന്നും കണ്ടല്ല, ഇത് പഴയ അവളുടെ ആ സ്റ്റാലിൻ തന്നെ. ഒരു മാറ്റവുമില്ല. പ്രായത്തിൻ്റെതായ ചില മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ അയാൾക്ക് ഒരു മാറ്റവും ഇല്ല. ഇത് തൻ്റെ സ്റ്റാലിൻ തന്നെയെന്ന് അയാൾ ഉറപ്പിക്കുന്നുണ്ട്. തൻ്റെ അവസ്ഥയോർത്ത് വൈജയന്തി ആകപ്പാടെ സങ്കടപ്പെടുന്നുണ്ട്. താൻ ഒരുപാട് സ്നേഹിച്ച, തൻ്റേത് മാത്രമാണെന്ന് വിശ്വസിച്ച, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമെന്ന് കരുതിയിരുന്ന ഒരാൾ, തൻ്റെ ഒരു കാലത്ത് ജീവൻ്റെ ജീവനായിരുന്ന ഒരാൾ, എന്നാൽ ഇപ്പോൾ അയാളെ സ്നേഹിക്കാനോ ഒന്ന് നോക്കാനോ താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുടെ ലിസ്റ്റിലുള്ള ഒരാൾ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് വൈജ. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന സ്റ്റാലിൻ അലീനയെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മോളെ, നിനക്ക് സുഖമാണോ? ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ചതല്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല ജീവനോടെ ഉണ്ടെന്ന്. ഞാൻ അറിഞ്ഞത് നീ മരണപ്പെട്ടു പോയി. പ്രസവിച്ച അധികം സമയമാകുന്നതിന് മുമ്പേ നീ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നോട് എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെപ്പറ്റി അന്വേഷിക്കാഞ്ഞത്, തിരക്കാഞ്ഞത്. ഈ അച്ഛനോട് മോൾ ക്ഷമിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സ്റ്റാലിൻ. ബാലേന്ദ്രനാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ മുൻ കാമകനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അയാളോട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നുമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നേരിട്ട് കാണാൻ പറ്റിയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് വൈജ റൂമിൽ നിന്ന് ഓടി വരികയാണ്.
എന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കുന്ന സ്റ്റാലിൻ അവളുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഇരിക്കുന്ന കാണുമ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിനക്ക് ഈ റിങ് ഇതെവിടെ നിന്ന് കിട്ടി? അത് പിന്നെ അച്ഛ, ഇത് വൈജയന്തി മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അത് പറയുമ്പോഴേക്കും ആ സ്റ്റാലിൻ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. താൻ പണ്ട് സ്നേഹിച്ച തൻ്റെ വൈജയന്തിക്ക് സ്നേഹത്തോടു കൂടി താൻ കൊടുത്ത റിങ് അതല്ലേ ഇത്? ഇപ്പോഴും അവളത് കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എന്നോടുള്ള സ്നേഹത്തിൽ ഒരു ശകലമെങ്കിലും അവളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ സ്റ്റാലിൻ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയിരുന്നില്ല. അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ ആയിരുന്നു. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, താനൊരമ്മയാണോ? ഇത്രയും നാളും എൻ്റെ തൊട്ടടുത്ത് എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒരിക്കൽ പോലും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരമ്മയാണല്ലോ ഞാൻ. എന്തുമാത്രം ഞാൻ എൻ്റെ മകളെ ദ്രോഹിച്ചു. എൻ്റെ ദൈവമേ, എന്തൊരു പാപിയായ അമ്മയാണ് ഞാൻ. സ്വന്തം മകൾ ഇത്രയും നാൾ കൺമുന്നിലുണ്ടായിരുന്നിട്ട് സ്വന്തം ചോരയെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു പാപിയായ അമ്മയാണ് ഞാൻ. എൻ്റെ മകളാണെന്ന് അറിഞ്ഞ നിമിഷത്തിൽ അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ പോകാൻ തുടങ്ങുന്നു. മോളെ, നീ പോകരുത്, നീ ഇനി എന്നോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് അലീനയുടെ കാലിലേക്ക് വീഴുകയാണ് വൈജ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇത്രയും നാളും നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നിട്ട് എന്നോടൊന്ന് സ്നേഹത്തോടെ മിണ്ടാൻ പോലും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? സ്വന്തം ചോരയെ തിരിച്ചറിയാൻ പറ്റാതെ പോയ അമ്മയല്ലേ നിങ്ങൾ? ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും എന്താ മോളെന്നോ ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അവൾ തിരിഞ്ഞ അച്ഛനോടും പറയുന്നുണ്ട്, നിങ്ങളെക്കാട്ടിലും ഏറെ സ്നേഹം എനിക്ക് തന്നത് എൻ്റെ ഈ അച്ഛനാണ്. ഇവിടുത്തെ അച്ഛനാണ് എന്നെ പൊന്നുപോലെ നോക്കിയത്. സ്വന്തം മകളെല്ലാന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്നെ മകളെപ്പോലെ തന്നെയാണ് നോക്കിയത്, ഇത്രയും നാളും പോറ്റി വളർത്തിയത്. അതുകൊണ്ട് ഈ അച്ഛനോടുള്ള കടപ്പാട് ഒരിക്കലും എനിക്ക് മാറില്ല. ലോകത്ത് ഒരു മനുഷ്യനും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയുമാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നീ ഇനിയും ഇവിടെ നിന്നാൽ നീ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. ഇത്രയും നാൾ നീ അതൊക്കെ എങ്ങനെ സഹിച്ചു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തൽക്കാലം നിനക്കൊരു സുരക്ഷിതത്വം വേണം. അതിനുവേണ്ടി നീ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ പോകണം. സ്റ്റാലിൻ നിന്നെ പൊന്നുപോലെ നോക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് അച്ഛനെ വിട്ട് ഇവിടെ നിന്നൊന്നും പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതിനെന്താ മോളെ, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമല്ലോ. ഇത് മോളുടെയും കൂടെ വീടല്ലേ. പിന്നെന്താ കുഴപ്പം? ഇപ്പം നീ തൽക്കാലം സ്റ്റാൻലിയുടെ കൂടെ പോ, അതാണ് മോൾക്ക് എത്രയും നല്ലത് എന്ന് പറഞ്ഞ് അവളെ സ്റ്റാൻലിയുടെ കൂടെ ബാലേന്ദ്രൻ പറഞ്ഞയക്കുകയാണ്.